ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷോ? ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടീന് കേട്ടോ. അപ്പൊ ഇപ്പോഴൊന്നും ഉണ്ടാക്കൂല, നിങ്ങൾക്ക് അറിയാലോ എനിക്ക് സുഖമില്ലാന്ന്. അപ്പൊ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് കാണിക്കാന്ന്. നല്ല ചെമ്മീനാ, നോക്ക ബിരിയാണി വെക്കാൻ പറ്റിയ ചെമ്മീനാ. കണ്ടാ, വലിയ ചെമ്മീനാണ് കേട്ടോ. അപ്പുറത്തൊരു ഫാമിലി കൊണ്ടുത്തന്നേന് കേട്ടോ. എല്ലാം കൊണ്ടുത്തരൂ. ഞാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൊടുക്കൂ, ഓലും ഇങ്ങോട്ടും തരൂ. അപ്പൊ നല്ല വലിയ ചെമ്മീൻ. അപ്പൊ ഞാനിപ്പം വെക്കാൻ പറ്റില്ലല്ലോ, സുഖമില്ലാത്തോണ്ട്. അപ്പൊ ഞാനൊരു 2 പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ച്. വലിയ ചെമ്മീന് ഇത് പിന്നെ ബിരിയാണി വെക്കാനും നല്ലതാ, വരട്ടാനും നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാ. തേങ്ങ അരച്ച് വെക്കാനും എല്ലാം നല്ലത് തന്നെ. അസുഖമെല്ലാം മാറിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെമ്മീനോണ്ട് ഉണ്ടാക്കട്ടാ. ചെമ്മീൻ ബിരിയാണിയോ കറി വെക്കുന്നതാ അല്ലെ, എന്തായാലും പൊരിക്കുന്നില്ല, വരട്ടുന്ന എല്ലാം കാണിച്ചു തരാം. ഈ ചെമ്മീൻ വരട്ടിയിട്ട് നമുക്ക് ചട്ടിയിലിട്ട് ചോറ് നിന്ന് കാണിച്ചു തരട്ടെ കേട്ടാ. അപ്പൊ നമ്മളിന്ന് കച്ചറിടാൻ പോവാണ് കേട്ടാ. അപ്പൊ കച്ചറിട്ടിട്ട് വരാം. ഞാൻ കച്ചറിടുന്ന ചിലപ്പോൾ 2 ദിവസം 3 ദിവസം എല്ലാം ആവും കേട്ടോ. ചിലപ്പോൾ മീനുണ്ടെങ്കിൽ മാത്രം എന്താക്കും, വേഗം കൊണ്ടുപോയിട്ടുള്ളൂ. എല്ലാ പച്ചക്കറിയും കാര്യമില്ലാണെങ്കിൽ 2-3 ദിവസം ആകുമ്പോഴേ ഞാൻ കച്ചറ കൊണ്ടുപോയിടാൻ പറ്റുള്ളൂ. കച്ചറ കൊണ്ടുപോയിട്ടുള്ളൂ. അതെപ്പോഴും മറന്നു പോകും. ജോലിക്ക് പോകുമ്പോൾ എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ മറന്നു പോകും. ഇപ്പോൾ 3-4 ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ച് കൊണ്ടുപോയിട്ടിട്ട് വരാമെന്ന്. രാത്രി ആയിട്ടാ. അപ്പോൾ രാത്രിയാ കച്ചറ കൊണ്ടുപോയിട്ട് അസുഖമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു കച്ചറ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതുണ്ടെങ്കിൽ എത്ര നമ്മളെ നാട് വൃത്തിയായേനല്ലേ. ഇവിടെ എല്ലാം എന്തോ ഒരു വൃത്തിയാണ്. ഇവിടെ ഒരു വേസ്റ്റ് പോലും ഓടി ഉണ്ടാവില്ലല്ലോ. ഇവിടെ കുറേ ചെടിച്ചട്ടിയെല്ലാം ഉണ്ട് കേട്ടോ. ഫുള്ള് ഫാമിലിയാണ് ഈ വില്ലയിൽ. പിന്നെ ഞാൻ കച്ചറ കൊണ്ടുപോയിടട്ടെ. അപ്പോൾ കച്ചറപ്പെട്ടി കുറച്ച് ഒരു അറബി വീട്ടിൻ്റെ മുന്നിലാണ്. അപ്പോൾ അത് അവിടെയാണ് ഇടേണ്ടി കേട്ടോ. നമ്മുടെ വില്ലൻ്റെ മുന്നിലില്ല, കുറച്ചൊന്ന് നടന്നു പോകണം. അപ്പം ഇങ്ങനെ നമ്മളെ നാട്ടിലും ഉണ്ടെങ്കിൽ നമ്മുടെ നാട് എന്നേ വൃത്തിയായല്ലേ. കണ്ടോ, 2 കച്ചറപ്പെട്ടിയുണ്ട്. അപ്പോൾ കച്ചറ ഇട്ടു. അപ്പോൾ ഇങ്ങനെയല്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ നമ്മളെ കച്ചറെല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലും ഇതേപോലെ ഒരു ബോക്സെല്ലാം വെച്ച് അങ്ങനെയുള്ളൊരു ഇതുണ്ടെങ്കിൽ നമ്മളെ നാട് എത്ര വൃത്തിയിൽ നിൽക്കും. ഇവിടെ എല്ലാം കണ്ടില്ല, എന്തോ ഒരു വൃത്തിയാണ്. അപ്പം കച്ചറ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് ഇവിടെ നമ്മളെ ഗേറ്റ് പൂട്ടലാട്ടാ. ഇവിടെ ഉള്ളവർക്കെല്ലാം ചാവിയാണ്. എല്ലാ ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും ഒരേ ചാവി ഗേറ്റിൻ്റെ തന്നീന്. ഏത് സമയം പൂട്ടിയിടും, നമ്മൾ വരുമ്പോൾ തുറക്കും. അപ്പം അങ്ങനെയല്ല. അപ്പം ഞാനിതാ കച്ചറ കൊണ്ടുപോയിട്ട് റൂമിലെത്തിട്ടാ. ഇപ്പോൾ വയറുവേദന കുറവുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നടക്കുമ്പോൾ എല്ലാം ഒരു ചെറിയൊരു വേദന ഉണ്ട്. കാലെല്ലാം. അപ്പോൾ ഇപ്പം കച്ചറ ഇടാൻ പോയില്ലേ, കച്ചറ ഇടാൻ പോയപ്പോൾ കാലിങ്ങനെ വലിച്ചു വെക്കുമ്പോൾ നമ്മളെ വയറിൻ്റെ സൈഡ് വേദന ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയാ, ഇനിയിപ്പോൾ നാളെ വേദന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നാളെ ജോലിക്ക് പോകും. ഇതിപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ടായിരിക്കും ഇത് ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നല്ലേ, പോകും. ഇപ്പം ഇന്നലെ
വ്യാഴാഴ്ച തന്നെ വേറൊരു പെണ്ണിനെ വിട്ടത്. ഓൽക്കെന്ന് പറഞ്ഞാൽ ഫുഡ് നല്ല ഫുഡായിരിക്കണം, അതാ പ്രശ്നം. ഉള്ളത് ഓൽക്ക് നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നാളെ താത്ത വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു വിഷമത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിനി. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ പോകണം. അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ എന്താക്കി, ഈ സുഖമില്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എണീക്കാനേ തോന്നില്ല, ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഞങ്ങളെന്താക്കിയെന്ന് കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആക്കി ഇട്ടോ. അപ്പോൾ അവിടെ ഒരു ഇടുങ്ങിയ സ്ഥലം പോലെ, അപ്പോൾ കട്ടുമ്മക്ക് കയറാനും ഇങ്ങനെ നമുക്ക് സൈഡിൽ കൂടെ പോയിട്ട് എന്തോ ഒരു ഇടങ്ങറ് പോലെ. അപ്പോൾ ഞാനെന്താക്കി കട്ടിലെല്ലാം സൈഡാക്കി ഇതാക്കിയിട്ടാ. നിങ്ങളെൻ്റെ റൂം കണ്ടതല്ലേ, ഇപ്പം ഞാൻ ചേഞ്ച് ആക്കിയേ കാണിച്ചു തരാം. അതാണോ ഇഷ്ടപ്പെട്ടത് ഇതാണോ ഇഷ്ടപ്പെട്ടത് പറയണേ. അപ്പം ഞാൻ കട്ടിലിതാ കണ്ടിട്ട് ഇവിടെ ഒരു കണ്ട ഇങ്ങനെ ഒരു കോണ് പോലെ കണ്ട ഇങ്ങനെ എന്തോ അതിൻ്റെ അതെന്താണ് പോലെ അങ്ങനെ ആക്കി വെച്ചെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഇടുക്കിൽ കട്ടിലിട്ടിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഈ കട്ടിൽ ഇവിടുന്ന് ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് റൂം എടുത്തല്ല, ഈ വില്ലക്കാരെ നമുക്ക് തന്നതാണ് കേട്ടോ. പക്ഷെ കിടക്ക വലിയ കിടക്കായി പോയി, അതാണ് ഇത്രയും സൗകര്യമില്ലാതെ പോയത്. അപ്പം ഞാൻ ഈ കട്ടിൽ ഇങ്ങണ്ടിട്ട് പിന്നെ അതേപോലെ ഇത് അൽമാറ ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം അൽമാറ കണ്ട് വെച്ച്, ഫ്രിഡ്ജും കണ്ട് വെച്ച്, ഈ ടേബിളും ഈ ഒരു കുഞ്ഞ് ടേബിളും എന്താക്കി ഇവിടെ വെച്ച് കേട്ടാ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ സൗകര്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ആ കട്ടിൽ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ കുറച്ചും കൂടി സൗകര്യം കിട്ടി. അപ്പം ഇന്ന് ആ പണിയായി. ബെഡ്ഷീറ്റ് എല്ലാ വെള്ളിയാഴ്ചയും ബെഡ്ഷീറ്റ് മാറ്റും. ഇന്ന് ബെഡ്ഷീറ്റെല്ലാം മാറ്റി അലക്കിയിട്ടില്ല കേട്ടാ. അലക്കാനാവൂലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അവിടെ തന്നെ ഇട്ട്. വാഷിംഗ് മെഷീനല്ലല്ലോ, നമ്മൾ കൈ കൊണ്ടല്ല അലക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം അതൊന്നുമല്ല കേട്ടോ. ഞാൻ കച്ചറിൻ്റെ കാര്യം പറഞ്ഞതാ, കച്ചറ കൊണ്ടുപോയിടുന്നേ. ഇപ്പോൾ നാട്ടിലുള്ളവർക്കെല്ലാം ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം ഇവിടെ എത്ര ഇതിലാണ് നമ്മളെ കച്ചറ കൊണ്ടുപോയി പിന്നെ കച്ചറപ്പെട്ടിയിലിട്ട് എത്രത്തോളം ഇവിടെ വൃത്തിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നാട്ടിലുള്ളവർക്ക് ഇവിടെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെല്ലാം അത്രയും എന്താ പറയുക, അത്രയും ഒരു കച്ചറ പോലും നമുക്ക് അവിടെ ഇവിടെ ഒന്നും ഇടേണ്ട ആവശ്യം വരില്ല. എല്ലായിടത്തും കച്ചറപ്പെട്ടി ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളെ നാട്ടിലും കച്ചറപ്പെട്ടി ഇതേപോലെ ഒരേ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വൃത്തി ഉണ്ടാവും നമ്മളെ നാടിലെ. അവിടെ ഇവിടെയും ചുരത്തിലും ഉള്ള കാട്ടിലും ഒന്നും തട്ടേണ്ട കാര്യമില്ല, ഉള്ള കായലിലും അവിടെ ഒന്നും തട്ടേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എല്ലാം അത്രയും സേഫ്റ്റിയിലാണ് ഓരോ മൂലക്ക്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ 2 കച്ചറപ്പെട്ടിയാണ് ആ വില്ലൻ്റെ മുന്നിൽ. ഞങ്ങൾ വില്ലൻ്റെ മുന്നിലില്ല, എൻ്റെ വില്ലനോട് ചേർന്ന് ടോട്ടലാണ്. അപ്പോൾ ഈ വില്ലക്കാരൻ്റെ ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ആ ഹോട്ടലിൻ്റെ അവിടെ 2 ഉണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാറില്ല. അവിടെ കുറേ ആൾക്കാർ ചായ എല്ലാം കുടിക്കുക എപ്പോഴും പുറത്തുണ്ടാവും. ഞാൻ ഇപ്പുറം പോയിട്ടായിട്ട് ഞാൻ എപ്പോഴും രാത്രി ഇടുക, അല്ലെങ്കിൽ പണിക്ക് പോകുമ്പോൾ എടുക്കാൻ മറന്നാൽ പിന്നെ രാത്രി കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം വിശേഷം. അപ്പോൾ നാളെ ഞാൻ ജോലിക്ക് പോകും. പിന്നെ പിന്നെ കുക്കിങ് നാളെല്ലാം കഴിഞ്ഞ് മറ്റന്നാളെല്ലാം ഇട്ടു കേട്ടോ. ചെമ്മീൻ കിട്ടീനി, അത് ഞാൻ നല്ല ചട്ടിയിൽ വരട്ടി അതെല്ലാം മാറ്റി അതിൽ ചോറിട്ട് തിന്നെന്നെല്ലാം കാണിക്കട്ടെ ഇൻഷാ അല്ലാ. ഇത് അസുഖമൊന്നും മാറട്ടെട്ടോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കമൻ്റ് ഇട്ട് എന്നെ കൊല്ലും. എന്തെന്നാ താത്ത വയറുവേനും വെച്ച് ചെമ്മീൻ തിന്നണെന്ന്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിനി ചെമ്മീൻ കിട്ടിയപ്പോൾ. അപ്പം നമുക്ക് എന്താക്കി അസുഖമെല്ലാം മാറിയിട്ട് ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. ചെമ്മീൻ പെട്ടെന്ന് എങ്ങനെ വരട്ടിയിട്ട് നല്ല ടേസ്റ്റോടെ കഴിക്കാമെന്ന്. അപ്പം ഇത്രയല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ റൂമാണോ, ആദ്യത്തെ ഞാൻ വീഡിയോ ഇട്ടില്ലേ, അങ്ങനെ ഇട്ടതാണോ കട്ടിൽ നല്ലത്, ഇങ്ങനെ ഇട്ടതോ കട്ടില, ഇങ്ങനെയാണോ വൃത്തി എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയല്ലുള്ളൂ വീഡിയോ. ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. മെയിൻ കച്ചറിൻ്റെയാണ് കേട്ടോ, കച്ചറ കൊണ്ടുപോയിടുന്നതും. അപ്പോൾ എത്രയും വൃത്തിയിലാണ് ഇവിടെ എല്ലാം കൊണ്ടടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചിട്ട് പ്ലീസ് കാണുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകളോ ഫാമിലിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാ.
ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തണം. എല്ലാവരോടും എല്ലാവരോടും സ്നേഹത്തോടെ അടുത്തൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ ബൈ.